എറണാകുളം, തിരുവനന്തപുരം, തൃശൂർ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ തുക ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത്. എന്നാൽ ഇത് കേരളത്തിലെ മാത്രം കാര്യമാണെന്ന് വിചാരിക്കരുത്. അല്ല, ഇന്ത്യയൊട്ടാകെ റിസർവ് ബാങ്കിന്റെ കയ്യിൽ ഇത്തരത്തിൽ 78,000 കോടി രൂപയുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയധികം പണം ബാങ്കുകളിൽ അനാഥമായി കിടക്കുന്നത്? അതിന്റെ പ്രധാന കാരണങ്ങൾ ഇവയാണ്. ഒന്ന്, അക്കൗണ്ട് ഉടമ മരണപ്പെട്ടു പോകുന്നത്. ആളുകൾ സ്ഥലം മാറി പോകുമ്പോൾ ബാങ്കിലെ വിലാസമോ ഫോൺ നമ്പറോ ഒക്കെ പുതുക്കാൻ മറക്കുന്നത്, അല്ലെങ്കിൽ പഴയ ശമ്പള അക്കൗണ്ടുകളെ കുറിച്ചോ മറ്റോ നമ്മൾ പൂർണ്ണമായും മറന്നു പോകുന്നത്. ചിലർ അങ്ങനെയാണ്. തനിക്ക് എത്ര ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്നോ എത്രമാത്രം പണം തങ്ങളുടെ ബാങ്കിൽ കിടപ്പുണ്ടെന്നോ ഉള്ള കാര്യത്തിൽ ചിലർക്ക് തീരെ ധാരണയില്ല. ചിലർ നല്ല പ്രായത്തിൽ ഇങ്ങനെ ചില അക്കൗണ്ടുകളൊക്കെ തുടങ്ങി വെക്കുകയും പിൽക്കാലത്ത് ഈ അൽഷിമേഴ്സ് ഒക്കെ പോലെയുള്ള രോഗങ്ങളൊക്കെ വന്നിട്ട് അക്കൗണ്ടുകളെ കുറിച്ചുള്ള ധാരണ തന്നെ, ഓർമ്മ തന്നെ ഇല്ലാതായി പോവുകയും ചെയ്തേക്കാം. അപ്പോൾ ഈ പണം എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുമോ? ഇല്ല, ഒട്ടും നഷ്ടപ്പെടില്ല എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തുടർച്ചയായി 10 വർഷം ഉപയോഗിക്കാത്ത അക്കൗണ്ടുകളിലെ പണം ബാങ്കുകൾ റിസർവ് ബാങ്കിന്റെ ഡെപ്പോസിറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് അഥവാ DEA എന്നൊരു പ്രത്യേക ഫണ്ടിലേക്ക് മാറ്റിവെക്കുന്നു. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എത്ര വർഷം കഴിഞ്ഞാലും 3% പലിശയടക്കം ഈ പണം തിരികെ ലഭിക്കാൻ നിയമപരമായി അവകാശമുണ്ട്. ഇപ്പോൾ ഇങ്ങനെ പണമുണ്ടെങ്കിൽ ഇതെങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. അതിനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉദ്ഗം എന്നൊരു കേന്ദ്രീകൃത വെബ്സൈറ്റ് ആരംഭിച്ചിരിക്കുന്നത്. udgam.rbi.org.in എന്ന സൈറ്റിൽ പോവുക. നിങ്ങളുടെ മൊബൈൽ നമ്പറും പേരും ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം അക്കൗണ്ട് ഉടമയുടെ പേര് നിർബന്ധമായിട്ടും നൽകുക. അതോടൊപ്പം പാൻ കാർഡ്, വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ ജനനത്തീയതി ഇവയിലേതെങ്കിലും ഒരെണ്ണത്തിന്റെ വിവരം കൂടി നൽകി നിങ്ങളൊന്ന് തിരയുക. ഈ കാര്യം പ്രത്യേകം ഓർക്കണം. ഉദ്ഗം പോർട്ടൽ വഴി പണം എവിടെയുണ്ടെന്ന് കണ്ടെത്താനേ കഴിയൂ. പണം തിരികെ ലഭിക്കാൻ നിങ്ങൾ അതത് ബാങ്കിനെ സമീപിക്കേണ്ടതായിട്ടുമുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, പണം എങ്ങനെ ക്ലെയിം ചെയ്യാം എന്നതാണ്. നിങ്ങൾക്ക് അറിയേണ്ടതും അത് തന്നെയാണല്ലോ. നമുക്ക് 3 സാഹചര്യങ്ങൾ നോക്കാം. സാഹചര്യം 1 ഇതാണ് ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യം. നിങ്ങളാണ് അക്കൗണ്ട് ഉടമയെങ്കിൽ, ഇങ്ങനെ ഒരു അക്കൗണ്ട് തനിക്ക് പണ്ടുണ്ടായിരുന്നല്ലോ എന്ന് ഈ വീഡിയോ കാണുമ്പോൾ ഓർക്കുകയാണെങ്കിൽ, ഈ അക്കൗണ്ടിനെ കുറിച്ച് നിങ്ങൾ മറന്നുപോയിരിക്കുകയായിരുന്നുവെങ്കിൽ ബാങ്കിൽ നേരിട്ട് പോയി നിങ്ങളുടെ KYC രേഖകൾ, അതായത് ആധാർ, പാൻ കാർഡ് പോലുള്ളവ നൽകി അക്കൗണ്ടിനെ പുനരുജ്ജീവിപ്പിക്കാം. ഇനി രണ്ടാമത്തെ സാഹചര്യം, ഇത് വളരെ ലളിതമാണ്. നിങ്ങൾ ഒരു നോമിനിയാണെങ്കിൽ അക്കൗണ്ട് ഉടമയുടെ മരണ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ KYC രേഖകളുമായി ബാങ്കിനെ സമീപിച്ചാൽ മതി. മറ്റ് സങ്കീർണമായ നിയമരേഖകളൊന്നും തന്നെ ബാങ്കുകാർ ആവശ്യപ്പെടുകയില്ല. നിങ്ങൾക്ക് പണം ലഭിക്കും. സാഹചര്യം 3, ഇനി നോമിനി ഇല്ലാത്ത സാഹചര്യത്തിൽ നിയമപരമായ അവകാശികൾ എന്തു ചെയ്യണമെന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമായിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ അക്കൗണ്ട് ആരുടെ പേരിലായിരുന്നോ അവരുടെ പേരിൽ അവിടെ കിടക്കുന്ന തുക ഒരു പ്രധാന ഘടകമാണ്. അതായത് ബാങ്കിൽ കിടക്കുന്ന തുക 15 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ മരണ സർട്ടിഫിക്കറ്റ്, എല്ലാ അവകാശികളുടെയും KYC രേഖകൾ, വില്ലേജ് ഓഫീസിൽ നിന്നുള്ള ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ്, ഒരു നഷ്ടോത്തരവാദിത്ത പത്രം എന്നിവ മാത്രം മതിയായിരിക്കും. എന്നാൽ തുക എന്ന് പറയുന്നത് 15 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ മുകളിൽ പറഞ്ഞ രേഖകൾക്ക് പുറമെ കോടതിയിൽ നിന്ന് ലഭിക്കുന്ന പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്.